ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വി എൻ വ്ളോഗ്സ്. അങ്ങനെ നമുക്കിന്ന് നമ്മുടെ വണ്ടിക്ക് ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മൂന്നാർക്കാണ് കേട്ടോ നമ്മുടെ ട്രിപ്പ്. അപ്പോൾ ആദ്യം രാവിലെ തന്നെ പോയി ഡീസലൊക്കെ അടിച്ച് നമ്മൾ പൊന്നാനി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് നമ്മൾ ഗസ്റ്റിന് പിക്ക് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടി എന്ന് പറയുന്നത് രാജൻ ഭാസ്കറിൻ്റെ 26 സീറ്റ് ട്രാവലറാണ് കേട്ടോ. അങ്ങനെ പൊന്നാനി ചെന്നപ്പോണ്ട് അവിടെ മുല്ലപ്പൂ കണ്ടു കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് മുല്ലപ്പൂക്ക് മേടിച്ച് ഞാൻ എൻ്റെ വണ്ടിയിലേക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. രണ്ട് മുഴ മുല്ലപ്പൂക്കെ വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ യാത്ര ആരംഭിച്ചു. അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ നിർത്തി ചായ കുടിക്കാനും അതിന് കേട്ട് നിർത്തി. പിന്നീട് ഞങ്ങൾ ആനച്ചാലിലേക്കുള്ള തിരിഞ്ഞ റൂട്ടിലാണ്. കുറച്ച് ഫോറസ്റ്റ് ഏരിയയൊക്കെ വന്നപ്പോൾ നമ്മുടെ ഗസ്റ്റുകളൊക്കെ പറഞ്ഞു ഒന്ന് പുറത്തിറങ്ങണം എന്ന് പറഞ്ഞു. കുറേ നേരം ഈ വണ്ടിയിലിരുന്ന് ബോറടിക്കുന്നു പറഞ്ഞു. അപ്പം ശരിയെന്നും പറഞ്ഞു അങ്ങനെ വണ്ടി അവിടെ നിർത്തി. അങ്ങനെ ഞങ്ങളെല്ലാവരും കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. അങ്ങനെ നമ്മുടെ ഹോം സ്റ്റേയിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന മുകളിലേക്കുള്ള വഴി. അവിടെ ഒത്തിരി റിസോർട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം കാണുന്ന റിസോർട്ട് എന്ന് പറയുന്നത് എലിഫൻറ്റ് പാസേജ് എന്ന് പറഞ്ഞ ഒരു മൗണ്ടൻ റിസോർട്ടാണ് കേട്ടോ. പിന്നെ രണ്ടാമതായിട്ട് വരുന്നതാണ് പ്രകൃതി ഹോംസ്, അതുപോലെ തന്നെ ലേക്ക് വ്യൂ റിസോർട്ട് ഒക്കെ ഈ വഴി തന്നെയാണ് കേട്ടോ. ഇതിൽ കൂടെ താഴേക്ക് ഇറങ്ങി പോയിട്ട് വേണം ഞങ്ങളുടെ ഹോം സ്റ്റേയിലേക്ക് എത്താനായിട്ട് കേട്ടോ. ഈ കാണുന്നതാണ് കേട്ടോ ലേക്ക് വ്യൂ റിസോർട്ടിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് താമസിക്കാൻ താല്പര്യമുള്ളവർ ആ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഗസ്റ്റ് താമസിക്കാനെടുത്ത ഹോം സ്റ്റേയിൽ ഞങ്ങൾ എത്തിയിട്ടാണ്. അങ്ങനെ ഞാൻ ഗസ്റ്റിനൊക്കെ ഇറക്കിയതിന് ശേഷം ഞാൻ വണ്ടി സേഫായിട്ട് താഴെ വീടിൻ്റെ സൈഡിൽ സേഫായിട്ട് പാർക്ക് ചെയ്തു കേട്ടോ. ഇനി ഞങ്ങളുടെ ഗസ്റ്റ് എടുത്ത ഹോം സ്റ്റേയുടെ ഉൾഭാഗം ഒന്ന് കാണാം കേട്ടോ. ഏകദേശം 22 മെമ്പറോളം ഉണ്ടായിരുന്നു കേട്ടോ ഈ വീട്ടിൽ താമസിക്കാനായിട്ട്. പിന്നെ ഈ ഹോം സ്റ്റേയുടെ പുറകിലായിട്ട് നല്ലൊരു സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ കുട്ടികൾക്കൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കൊച്ചു കുട്ടികൾക്ക് സെപ്പറേറ്റ് കുളിക്കാനൊക്കെ പറ്റിയ സേഫായിട്ടുള്ള പോർഷനൊക്കെ തിരിച്ചിട്ടുള്ള നല്ലൊരു സ്വിമ്മിംഗ് പൂൾ തന്നെയായിരുന്നു അത്. ഈ കാണുന്ന ഹോം സ്റ്റേയുടെ റേറ്റ് എന്ന് പറയുന്നത് 21,500 രൂപയോളാണ് കേട്ടോ. അങ്ങനെ രാത്രി ആയിട്ടാണ്. അങ്ങനെ രാത്രി എനിക്ക് ഡിന്നറൊക്കെ കഴിച്ച് പിന്നെ ഞാൻ കിടന്നുറങ്ങിയത് എൻ്റെ വണ്ടിയിൽ തന്നെയാണ് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഒരു 11 മണി ആയപ്പോൾ ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്തു കേട്ടോ. ഇനി ഞങ്ങൾ പോകുന്നത് മൂന്നാർ ടൗണിലെത്തി മൂന്നാർ ഒന്ന് കറങ്ങണം. അതായത് നമ്മൾ മാട്ടുപ്പെട്ടി ഡാം വഴി നേരത്തെ പറഞ്ഞില്ല, മാട്ടുപ്പെട്ടി ഡാം കാണാൻ പോകും. അങ്ങനെ കണ്ട് എക്കോ പോയിൻ്റ് വരെ പോയി തിരിച്ച് വരുന്നതാണ് കേട്ടോ.
അതാണ് ഇനി കാണാൻ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് കാണാൻ പോയത് മാട്ടുപ്പെട്ടിയിലുള്ള ഒരു ടീ ഫാക്ടറിയാണ് കേട്ടോ. പിന്നെ മൂന്നാറിൻ്റെ വ്യൂ പോയിൻ്റ് കാണാൻ പറ്റുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ നിന്ന് ആസ്വദിക്കാൻ കഴിയാവുന്ന തരത്തിലൊരു ചെറിയൊരു പ്ലാറ്റ്ഫോം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നിന്ന് ഒത്തിരി ആൾക്കാർ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ മാട്ടുപ്പെട്ടി ഡാമൊക്കെ കഴിഞ്ഞ് എക്കോ പോയിൻറ്റിൻ്റെ പരിസരത്ത് എത്തിയിട്ടാണ്. ഇവിടെയാണ് കേട്ടോ പുൽമേട്. ഇവിടെയൊക്കെ ഒരു പക്ഷേ ആനയൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റിയ നല്ല ഒരു പ്ലേസ് തന്നെയാണ് കേട്ടത്. പിന്നെ ഞങ്ങൾ പോയ ദിവസം എന്ന് പറയുന്നത് നല്ല അത്യാവശ്യം ചൂടുള്ള ദിവസം തന്നെയായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ പോലെ തന്നെ അത്ര ഇല്ലെങ്കിലും എന്നാലും അത്യാവശ്യം ചൂടൊക്കെയാണ് അവിടെ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മാട്ടുപ്പെട്ടി ഡാമിൽ ആരും ഇറങ്ങിയൊന്നുമില്ല. ഞങ്ങൾ നേരെ എക്കോ പോയിൻറ്റിലേക്ക് പോന്നു. പിന്നെ ഞങ്ങൾ ഫുഡ് ഹോം സ്റ്റേയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അവിടെ നിന്ന് ഞങ്ങൾ പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എക്കോ പോയിൻറ്റിലേക്ക് എത്തി. അങ്ങനെ ക്ലൈൻറ്റിനെ അല്ലെങ്കിൽ നമ്മുടെ ഗസ്റ്റിനെ എക്കോ പോയിൻറ്റിൽ ഇറക്കി കൊടുത്തിട്ട് നമ്മൾ വണ്ടി വേറെ സ്ഥലത്ത് കൊണ്ട് പാർക്ക് ചെയ്തു. പിന്നെ ഞാനങ്ങനെ എക്കോ പോയിൻറ്റ് കാണാവുന്ന ആ നദിയുടെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടാണ്. അങ്ങനെ എൻ്റെ മൂന്നാർ ട്രിപ്പിൻ്റെ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.